പാലാ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന പാലാ നഗരസഭ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന അധികാര തർക്കങ്ങൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. നമുക്കറിയാം, 2025 ഡിസംബർ മാസം 26 4 പതിറ്റാണ്ട് കാലത്തെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് UDFിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര മുന്നണിയുടെയും കോൺഗ്രസ് വിമതയുടെയും പിന്തുണയോടുകൂടി പാലാ നഗരസഭയിൽ ഒരു പുതിയ ഭരണസമിതി രൂപീകരിക്കപ്പെട്ടത്. പാലാ നഗരസഭയിൽ 26 അംഗങ്ങളാണ് ആകെയുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ LDFന് 12 അംഗങ്ങളെ ലഭിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും CPMനും ചേർന്നാണ് 12 അംഗങ്ങളെ ലഭിച്ചത്. മറുവശത്ത് UDFന് 10 അംഗങ്ങളെയാണ് ലഭിച്ചത്. അതിൽ തന്നെ കക്ഷിനില എന്ന് പറയുന്നത് കോൺഗ്രസിന് 6 അംഗങ്ങൾ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 3 അംഗങ്ങൾ, മാണി സി കാപ്പൻ്റെ പാർട്ടിയായ KDPക്ക് 1 അംഗം എന്ന നിലയിലാണ് ഈ 10 അംഗങ്ങൾ ഉണ്ടായത്. ഇതിനു പുറമെ കോൺഗ്രസ് വിമതയായി മത്സരിച്ച ഇപ്പോഴത്തെ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മായ രാഹുലും, അതുപോലെ തന്നെ സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ച് 3 പേരും വിജയിച്ചു വന്ന പുളിക്കക്കണ്ടം കൂട്ടായ്മയുടെ സ്വതന്ത്ര മുന്നണിയും കൂടി UDFിൻ്റെ ഭാഗമായതോടുകൂടിയാണ് 12-നെതിരെ 14 ആളുകളുടെ പിന്തുണയോടുകൂടി പാലാ നഗരസഭയിൽ UDF ഭരണം ഉറപ്പിച്ചത്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ അന്നുണ്ടാക്കിയ അധികാര വീതം വെപ്പ് ധാരണ പ്രകാരം ആദ്യ 2 വർഷക്കാലം നഗരസഭയിൽ അധ്യക്ഷ പദവി ലഭിക്കുക സ്വതന്ത്ര മുന്നണിയുടെ പ്രതിനിധിയായ 21-കാരിയായ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനാണ്. പിന്നീടുള്ള 1 വർഷക്കാലം കോൺഗ്രസ് വിമതയായ മായ രാഹുലും, പിന്നീടുള്ള 1 വർഷക്കാലം കോൺഗ്രസിൻ്റെ പ്രതിനിധിയും, അവസാന 1 വർഷക്കാലം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയും നഗരസഭ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കും എന്നായിരുന്നു ധാരണ. അതുപോലെ തന്നെ നഗരസഭ ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ ആദ്യ 6 മാസം കോൺഗ്രസ് വിമതയായ മായ രാഹുലും, പിന്നീടുള്ള 2.5 വർഷക്കാലം പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്നുള്ള സ്വതന്ത്ര മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകളും, പിന്നീടുള്ള 2 വർഷക്കാലം കോൺഗ്രസിൻ്റെ പ്രതിനിധിയും നഗരസഭ ഉപാധ്യക്ഷ സ്ഥാനം വഹിക്കും എന്നുമായിരുന്നു ധാരണ. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് എത്തുമ്പോൾ ആകെയുള്ള 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ UDFന് 4 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ കോൺഗ്രസിനും, 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും, 1 സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാണി സി കാപ്പൻ്റെ പാർട്ടിക്കും ലഭിക്കുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും ഈ ധാരണയനുസരിച്ച് ഈ ഭരണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ 6 മാസത്തിലേക്ക് ഈ ഭരണസമിതി എത്തിച്ചേരുമ്പോൾ നാടകീയമായ നീക്കങ്ങളും രാഷ്ട്രീയ പൊട്ടിത്തെറികളും ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന UDFനുള്ളിൽ ഉടലെടുത്തിരിക്കുന്നത്. ഈ തർക്കങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് പാലാ നഗരസഭാ കൗൺസിലറായിട്ടുള്ള 24-ാം വാർഡിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ബിജു മാത്യൂസ് നടത്തിയ ഒരു നീക്കത്തിലൂടെയാണ്. പാലായിൽ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് ബിജു മാത്യൂസിൻ്റെ വാർഡിൻ്റെ ഭാഗത്തിലാണ്. ഇതിനോട് ചേർന്ന് തന്നെ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസും സ്ഥിതി ചെയ്യുന്നുണ്ട്. CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലായി പതിറ്റാണ്ടുകളായി ഒരു ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിച്ചു വന്നിരുന്നു. എന്നാൽ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ സാന്നിധ്യം നിരന്തരമായ വാഹന അപകടങ്ങൾക്ക് സാഹചര്യമൊരുക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ വിഷയത്തിൽ ഇടപെട്ട നഗരസഭാ കൗൺസിലർ ബിജു മാത്യൂസ് വളരെ ഏകപക്ഷീയമായി എന്ന് പറയുന്നത് പാർട്ടിയുമായോ മുന്നണിയുമായോ ഭരണസമിതിയുമായോ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമായോ കൂടിയാലോചിക്കാതെ ഈ സ്റ്റാൻഡ് കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് ടെർമിനലിനുള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ബിജു മാത്യൂസിന് പിന്തുണ അറിയിച്ചുകൊണ്ട് നഗരസഭയിലെ 22-ാം വാർഡിലെ കൗൺസിലറായിട്ടുള്ള കോൺഗ്രസ് പ്രതിനിധി രജിത പ്രകാശും രംഗത്തെത്തുന്നു. രജിത പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓട്ടോ സ്റ്റാൻഡിലെ ഭൂരിപക്ഷം ഓട്ടോക്കാരും അവരുടെ വാർഡിലെ വോട്ടർമാർ തന്നെയായിരുന്നു. നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ഈ ഓട്ടോ സ്റ്റാൻഡ് നീക്കം ചെയ്യേണ്ട സാഹചര്യമുണ്ടാകുമെന്നും തങ്ങളുടെ ഉപജീവന മാർഗത്തിന് അത് തടസ്സം സൃഷ്ടിക്കുമെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മുടെ കൗൺസിലറായിട്ടുള്ള രജിത പ്രകാശിനെ അവരുടെ വോട്ടർമാരായിട്ടുള്ള ഓട്ടോക്കാർ സമീപിച്ചതോടെയാണ് അവർ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ നിയമപരമായി ഇതിന് മറ്റ് ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നു. അതായത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ, നഗരസഭാ കൗൺസിലിൻ്റെ അംഗീകാരം തേടാതെ, ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ അനുമതി തേടാതെ ഇത്തരത്തിൽ ഒരു മാറ്റിസ്ഥാപിക്കൽ നടക്കുമ്പോൾ അത് നിയമപരമായി ഒരു കയ്യേറ്റമായി മാറുമായിരുന്നു. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്വതന്ത്ര മുന്നണിയെ നയിക്കുന്ന അവരുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ടുള്ള ചെയർപേഴ്സൻ്റെ പിതാവായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടവും, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കുന്നതിൽ മുൻകൈ എടുത്തിട്ടുള്ള കൗൺസിലറുമായിട്ടുള്ള ബിജു മാത്യൂസും തമ്മിൽ ഒരു തർക്കം ഉടലെടുക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്
പരിഹാരം കാണുവാനായും മുനിസിപ്പൽ കൗൺസിലിൻ്റെ അജണ്ട ചർച്ച ചെയ്യാനുമായി ചേർന്ന കോൺഗ്രസ് UDF പാർലമെൻ്ററി പാർട്ടി യോഗങ്ങൾക്കിടെ നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. ഓട്ടോ സ്റ്റാൻഡ് മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബിനു പുളിക്കക്കണ്ടം കൈക്കൊണ്ട നിലപാട് എന്ന് പറയുന്നത് ആദ്യം ഈ ഓട്ടോ സ്റ്റാൻഡ് പൂർവ്വസ്ഥിതിയിലാക്കണം, അതിനുശേഷം ഔപചാരികമായിട്ടുള്ള ഒരു അഭ്യർത്ഥന മുനിസിപ്പൽ കൗൺസിലിലേക്ക് ഈ ഓട്ടോ ഡ്രൈവർമാർ സമർപ്പിക്കേണ്ടതുണ്ട്. തുടർന്ന് അത് കൗൺസിൽ ചർച്ച ചെയ്തതിന് ശേഷം ഭൂരിപക്ഷ അഭിപ്രായമനുസരിച്ച് ഓട്ടോ സ്റ്റാൻഡ് വേണമെങ്കിൽ സ്റ്റാൻഡിനുള്ളിലേക്ക് സ്ഥാപിക്കുവാനുള്ള ഒരു അനുവാദം നൽകും. ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാടിന് പിന്നിൽ നഗരസഭാ സെക്രട്ടറിയുടെ കൃത്യമായ ഒരു നിയമോപദേശം കൂടി ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ അദ്ദേഹത്തിനും സാങ്കേതികമായി ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ഇതൊരു കയ്യേറ്റമായി കാണുകയും അതിനെതിരെ നടപടിയെടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സർവീസിനെ ഈ ഒരു വിഷയം പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്ന സെക്രട്ടറിയുടെ നിലപാടോടുകൂടിയാണ് ബിനു പുളിക്കക്കണ്ടം തൻ്റെ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് കൗൺസിലിലേക്ക് എത്തിക്കുന്നതിൽ തർക്കമില്ല, ഉടനടി അപേക്ഷ വാങ്ങാം. ഇതൊരു അടിയന്തര വിഷയമായി കണക്കിലാക്കിക്കൊണ്ട് അജണ്ടയ്ക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് പിറ്റേന്ന് തന്നെ ചേരുന്ന മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയും UDF പിന്തുണച്ചുകൊണ്ട് ഇതിന് അംഗീകാരം നൽകുകയും ചെയ്യണമെന്ന നിലപാട് ബിജു മാത്യൂസും സ്വീകരിച്ചു. ഇത് ഇരുവരും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. തീക്ഷ്ണമായ വാഗ്വാദത്തിനൊടുവിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാതെ വന്നതോടുകൂടി ഒരു കയ്യാങ്കളിയിലേക്ക് പോലും സാഹചര്യങ്ങൾ എത്തുന്ന നിലയിലേക്ക് അന്തരീക്ഷം ചൂടുപിടിക്കുകയും ചെയ്തു. എന്നാൽ സഹ കൗൺസിലർമാർ ഇടപെട്ട് രണ്ട് വിഭാഗത്തെയും പിന്തിരിപ്പിച്ചതോടെ ബിജു മാത്യൂസ് ഈ പാർലമെൻ്ററി പാർട്ടി യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തിറങ്ങി പോകുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ തനിക്ക് നേരെ കയ്യേറ്റമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ച് താൻ ആക്രമിക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബിജു മാത്യൂസ് പാലാ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന് ഒരു പരാതി കൈമാറുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടെ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തുവാൻ തീരുമാനിക്കുകയും പാർട്ടിയുടെ ജില്ലയിലെ പ്രമുഖ നേതാവായിട്ടുള്ള ബിജു പുന്നത്താനത്തെയും, അതായത് DCC വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ബിജു പുന്നത്താനത്തെയും പാലാ മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള DCC ജനറൽ സെക്രട്ടറിയും UDFൻ്റെ നിയോജക മണ്ഡലം ചെയർമാനുമായ പ്രൊഫസർ സതീഷ് ചൊളാനിയെയും പാലാ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് N സുരേഷിനെയും അതുപോലെ തന്നെ പാലാ മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി നെച്ചിക്കാടിനെയും ഇടപെടുത്തിക്കൊണ്ട് ഒരു സമവായ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ പോലീസ് ബിജു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരുന്നു. തുടർന്ന് നഗരസഭയിലേക്കെത്തി ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ മഹസർ രേഖപ്പെടുത്തുവാനായി ബിജുവിനൊപ്പം 2 പോലീസുകാരും അവിടേക്ക് എത്തുകയുണ്ടായി. നഗരസഭ അധ്യക്ഷയുടെ മുറിയിൽ വെച്ചായിരുന്നു ഈ വിവാദമായിട്ടുള്ള പാർലമെൻ്ററി പാർട്ടി യോഗം നടന്നത് എന്നതിനാൽ തന്നെ അധ്യക്ഷയോ സെക്രട്ടറിയോ ഇല്ലാതിരുന്നിട്ട് കൂടിയും സീൻ മഹസർ എഴുതുന്നതിനായി ഉദ്യോഗസ്ഥർ തുറന്നുകൊടുത്ത ഈ മുറിയിലേക്ക് ബിജു മാത്യൂസും അദ്ദേഹത്തിനൊപ്പം എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും പ്രവേശിക്കുകയും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ബിജു മാത്യൂസ് തങ്ങൾക്കെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തതോടുകൂടി പ്രകോപിതരായിട്ടുള്ള പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ആലോചന നടത്തുകയുണ്ടായി. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം ഒരു വശത്ത് ഈ വിഷയത്തിൽ കൃത്യമായ സമവായ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ തങ്ങൾക്കെതിരെ കേസെടുത്തതിനാൽ ബിജു മാത്യൂസിനെതിരെ ഒരു കൗണ്ടർ കേസ് തങ്ങളുടെ കുടുംബാംഗം കൂടിയായിട്ടുള്ള നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ദിയ ബിനു പുളിക്കക്കണ്ടത്തെ കൊണ്ട് പോലീസിൽ നൽകുകയുണ്ടായി. ദിയ ബിനു നൽകിയ പരാതി അനുസരിച്ച് ബിജു മാത്യൂസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം ഈ മുറിയിൽ പരിശോധന നടത്തുന്നതിനിടയിൽ വിലപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ഒരു ഫയലും അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തൻ്റെ വാച്ചും ബിജു മാത്യൂസ് മോഷ്ടിച്ചെടുത്തു എന്നാണ് അവർ ആരോപിച്ചത്. ഈ പരാതി കൊടുത്തതിന് പിന്നാലെ തന്നെ ഈ ചർച്ചകൾ നടക്കുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഈ മോഷണ ആരോപണം ആവർത്തിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു വൈകാരികമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് കൗൺസിലർമാർക്കിടയിലും ഉടലെടുത്തു. കോൺഗ്രസിൻ്റെ 6 കൗൺസിലർമാരിൽ നിഷ്പക്ഷ നിലപാടും പാർട്ടി പരിഗണിക്കുന്ന വിഷയവും എന്ന നിലയിൽ ഇതിൽ കൂടുതൽ വിവാദങ്ങൾ വേണ്ട എന്ന നിലപാടാണ് സെബാസ്റ്റ്യൻ പരക്കൽ എന്ന പാർലമെൻ്ററി പാർട്ടി ലീഡർ സ്വീകരിച്ചത്. എന്നാൽ കോൺഗ്രസിൻ്റെ മറ്റ് കൗൺസിലർമാർ, അതായത് 5 പേർ ചേർന്ന് ഒരു കത്ത് തയ്യാറാക്കുകയും ഈ ഭൂരിപക്ഷ മുന്നണിയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കത്തിൽ ഒപ്പിടുകയും ചെയ്തു. ഇവർക്ക് പുറമെ 6ാമതായി കോൺഗ്രസ് വിമതയായിരുന്ന ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ മായ രാഹുലും ഈ കത്തിൽ ഒപ്പുവെച്ചു. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. അതായത് മാധ്യമങ്ങളെ കണ്ട് ബിജു മാത്യൂസിനെതിരെ മോഷണക്കുറ്റം ആരോപിക്കുന്നതിനിടയിൽ പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ നടത്തിയ ഒരു പ്രതികരണം അതാണ് ഇത്തരമൊരു കത്ത് രൂപപ്പെടുത്തുന്നതിലേക്ക് കോൺഗ്രസിൻ്റെ കൗൺസിലർമാരെ നയിച്ചത്. ബിജു മാത്യൂസ് ഒഴികെ മറ്റേതെങ്കിലും ഒരു കൗൺസിലർ പറഞ്ഞാൽ തങ്ങൾ രാജിവെക്കാമെന്ന നിലപാടാണ് ഇവിടെ സ്വതന്ത്ര മുന്നണി കൈക്കൊണ്ടിരുന്നത്.
അതുപോലെ തന്നെ കോൺഗ്രസ് കൗൺസിലേഴ്സിനെയും കോൺഗ്രസ് വിമതയെയും ഒഴിവാക്കി. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 പ്രതിനിധികളെയും അതുപോലെ തന്നെ KDPയുടെ ഒരു പ്രതിനിധിയെയും ചേർത്തുകൊണ്ട് സ്വതന്ത്ര മുന്നണിയിലെ 3 അംഗങ്ങൾ കൂടി മുനിസിപ്പാലിറ്റിയിൽ ഒരുമിച്ച് കൂടുകയും മാധ്യമങ്ങളുമായി രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ തങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നൽ കൂടി കോൺഗ്രസ് കൗൺസിലർമാർക്ക് ഇടയിൽ ഉടലെടുത്തതോടെ അവർ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുവാനും ഇത്തരത്തിലൊരു കത്ത് തയ്യാറാക്കി നേതൃത്വത്തിന് നൽകുവാനും തീരുമാനമെടുത്തു. തികച്ചും ബുദ്ധിപരമായ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു ഈ നീക്കം. എന്നാൽ ഈ കത്തിൽ ഒപ്പിട്ടിരുന്ന ഭൂരിപക്ഷം വനിതാ കൗൺസിലർമാർക്കും ഈ കത്ത് നേതൃത്വത്തിന് നൽകാനുള്ളതാണ് എന്ന ഒരു ബോധ്യമാണ് പകർന്നു നൽകിയിരുന്നത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി നേതൃത്വത്തിന് മുന്നിലേക്ക് ഈ കത്ത് എത്തിക്കുന്നതിന് മുൻപായി തന്നെ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലേക്കും ഈ കത്തിൻ്റെ പകർപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് ബിജു മാത്യൂസ് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും നഗരസഭാ ഭരണം അസ്ഥിരപ്പെട്ടു എന്ന ഒരു നിലപാടിലേക്ക് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ച എത്തിച്ചേർക്കുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ബിജു മാത്യൂസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അച്ചടക്കരാഹിത്യം ഉണ്ടായത് കോൺഗ്രസിൻ്റെ ഉന്നതമായ നേതൃത്വം, അതായത് കോട്ടയത്തെ UDFൻ്റെ ജില്ലാ കൺവീനറും അതുപോലെ തന്നെ KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഫിൽസൺ മാത്യുവും DCC വൈസ് പ്രസിഡന്റ് ബിജു പിന്നത്താനവും പാലായിലെ പ്രാദേശിക നേതാക്കളും ഇവർക്കൊപ്പം തന്നെ കോട്ടയത്തിൻ്റെ MP ആയിട്ടുള്ള ഫ്രാൻസിസ് ജോർജും മാണി സി കാപ്പനും ചേർന്ന് ചർച്ച നടത്താനിരിക്കെയാണ് ബിജു മാത്യൂസ് യോഗത്തിൽ പാർട്ടി നേതാക്കൾക്ക് കൈമാറേണ്ട കൗൺസിലർമാർ ഒപ്പിട്ട ഈ കത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കത്ത് പ്രചരിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം ബിജു മാത്യൂസിനുണ്ടായിരുന്നു. അതായത് പുളിക്കക്കണ്ടം കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട സ്വതന്ത്ര മുന്നണിയെ അപകീർത്തിപ്പെടുത്തുക, രാജിയിലേക്ക് അവരെ നിർബന്ധിതരാക്കുക എന്നൊരു നിലപാടാണ് ബിജു ഇവിടെ കൈക്കൊണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു മനോനിലയിലേക്ക് ബിജു മാത്യൂസും അദ്ദേഹത്തിനൊപ്പമുള്ള കൗൺസിലർമാരും എത്തിച്ചേർന്നതിന് മറ്റ് ചില കാരണങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ഈ നഗരസഭാ ഭരണസമിതി അധികാരം ഏറ്റെടുത്ത ശേഷം ബിനു പുളിക്കക്കണ്ടം ഏകാധിപത്യപരമായിട്ടാണ് പെരുമാറുന്നതെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ ഉൾപ്പെടെയുള്ളവർക്ക് ആക്ഷേപമുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ ഉൾപ്പെടെയുള്ളവർക്ക് ആക്ഷേപമുണ്ട്. അവരുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുക്കുവാൻ പോലുമുള്ള അവകാശം തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരോപിച്ചത്. പ്രതിപക്ഷത്തിരിക്കുന്നതിനേക്കാൾ മോശമാണ് ഭരണപക്ഷത്താകുമ്പോഴും തങ്ങളുടെ സ്ഥിതിയെന്നും അവർ വാദിക്കുന്നു. ഏതൊക്കെയാണെങ്കിലും ബിജു മാത്യൂസിൻ്റെ ഈ നീക്കം പുറത്തു വന്നതോടുകൂടി ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ബിജു മാത്യൂസ് നടത്തിയ നീക്കത്തോട് കോൺഗ്രസ് നേതൃത്വം ഒട്ടും അനുഭാവപൂർണ്ണമായിട്ടല്ല പ്രതികരിച്ചത് എന്നും ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പാർട്ടി വേദിയിൽ പാർട്ടി നേതാക്കൾക്ക് മുമ്പിൽ ഒരു സമവായ ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു യോഗത്തിൽ അവതരിപ്പിക്കേണ്ട കത്ത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ശരിയല്ല എന്ന നിലപാടെടുത്തുകൊണ്ട് പാർട്ടി നേതാക്കൾ സംസാരിച്ചിരുന്ന ഘട്ടത്തിൽ ഈ ചർച്ചകളുടെ ദിശ മാറുകയാണ്. കോൺഗ്രസ് കൗൺസിലർമാർ മാത്രം പങ്കെടുത്തിട്ടുള്ള കോൺഗ്രസ് കൗൺസിലർമാരും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെ നടത്തുന്ന ഈ ചർച്ചയിൽ മറ്റൊരു വിഷയം ഉയർന്നു വന്നു. സെബാസ്റ്റ്യൻ പനക്കൽ കത്തിൽ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ചില കൗൺസിലർമാർ ഉയർത്തുകയുണ്ടായി. അതോടുകൂടി താൻ വേണമെങ്കിൽ കോൺഗ്രസ് പാർലമെന്ററി അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന വാദം അദ്ദേഹം ഉയർത്തിയതോടെ ഉടൻ തന്നെ സഹ കൗൺസിലർമാരിൽ ചിലർ ഇത് കൈയടിച്ച് അംഗീകരിക്കുകയും ബിജു മാത്യൂസ് വളരെ നാടകീയമായി ടോണി തൈപ്പറമ്പിൽ എന്ന കൗൺസിലറെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. ടോണിയെ മറ്റൊരു കൗൺസിലർ കൂടി പിന്തുണച്ചതോടെ ഇതും കൗൺസിലർമാർ കൈയടിച്ചു പാസ്സാക്കി. നേതൃത്വം ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത് ഇവിടെയല്ല എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്ന ഘട്ടത്തിൽ, ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ഘട്ടത്തിൽ തന്നെ ടോണിയുടെ നിയമനത്തിന് ഔപചാരികമായി നേതൃത്വത്തിൻ്റെ അംഗീകാരം ലഭിക്കുന്നതിന് മുൻപേ തന്നെ ഇതും ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്തയായി വരികയാണ്. ഇത് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഏറ്റവും തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പാർട്ടിയുടെ അച്ചടക്കത്തെയും പാർട്ടിയുടെ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു സംഭവമാണ് പിന്നീടുണ്ടായത്. യോഗത്തിൽ ചർച്ച ചെയ്യുകയും നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കുകയും ചെയ്യണമെന്ന ആലോചനകൾ നടക്കുന്നതിനിടെ തന്നെ ടോണിയെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്തുവെന്നും സെബാസ്റ്റ്യൻ പനക്കലിനെ പുറത്താക്കിയെന്നുമുള്ള ഓൺലൈൻ വാർത്തകൾ പാർട്ടിക്കുള്ളിൽ നിന്ന് കൗൺസിലർമാരിൽ നിന്ന് തന്നെ ചോർന്നു എന്നാണ് നേതൃത്വത്തിന് ഇതിൽ നിന്ന് മനസ്സിലായത്. ഒരു യോഗം അവസാനിക്കുന്നതിന് മുൻപേ തന്നെ, യോഗം ഔപചാരികമായി തീരുമാനമെടുക്കുന്നതിന് മുൻപേ തന്നെ ഇത്തരമൊരു വാർത്ത അവിടെ ഇരുന്നു കൊണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതിലെ രാഷ്ട്രീയ അധാർമികത കോൺഗ്രസ് നേതൃത്വത്തെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് കോൺഗ്രസ് നേതൃത്വം സമവായ ചർച്ചകൾ തുടരുന്നതിനായി MLAയുടെ വസതിയിലേക്ക് MP കൂടി ഉള്ളിടത്തേക്ക് എത്തുവാൻ കോൺഗ്രസ് കൗൺസിലർമാരോട് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യഘട്ടത്തിൽ അവർ അതിനു വഴങ്ങിയില്ല. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ കർശനമായ നിലപാടെടുത്തതോടെ
ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് കൗൺസിലർമാർ അവിടേക്ക് എത്തുകയും തങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെയും നിലപാട് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇവിടെയാണ് മറ്റൊരു ചതിയുടെ കഥ കോൺഗ്രസ് നേതാക്കൾക്ക് മുമ്പിൽ അനാവൃതമാകുന്നത്. അതായത് ഇത്തരത്തിൽ സ്വതന്ത്ര മുന്നണിയെ ഉപേക്ഷിച്ചുകൊണ്ട് അധികാരം ഉപേക്ഷിക്കുവാൻ തയ്യാറെടുത്തിരുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് കൗൺസിലർമാരിൽ ചിലർ, കൃത്യമായി പറഞ്ഞാൽ ബിജു മാത്യൂസിൻ്റെ അറിവോടുകൂടി സമാന്തരമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന സൂചനകൾ കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിക്കുന്നു. ബിജു മാത്യൂസ് തന്നെ MLA-യും MP-യും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെട്ട UDF നേതൃത്വത്തോട് ഈ ചർച്ചയ്ക്കിടയിൽ ഒരു കാര്യം വെളിപ്പെടുത്തി. നിങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിനൊപ്പം നിന്നാൽ 6 അംഗങ്ങളുള്ള നമുക്ക് പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനവും വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ഉൾപ്പെടെ എല്ലാ അധികാരങ്ങളും 5 വർഷത്തേക്ക് ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ബിജു മാത്യൂസ് വെളിപ്പെടുത്തിയത്. കൃത്യമായി പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിരുപാധികമായ ഒരു പിന്തുണ ഈ വിഷയത്തിൽ നൽകിക്കൊണ്ട് ഭരണമുന്നണിയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര മുന്നണിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തുവാനുള്ള ഒരു കളി ഇവിടെ മെനഞ്ഞു വരികയായിരുന്നു. ഇതോടൊപ്പം തന്നെ പിൻവാതിലിലൂടെ UDF-ലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു തുടക്കമായും മാണി ഗ്രൂപ്പ് ഈ ഒരു നീക്കത്തെ കണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ചെയർമാനും വൈസ് ചെയർമാനും പദവികൾ അവർക്ക് വിട്ടു നൽകുവാൻ തയ്യാറാണ് എന്ന നിലപാട് മാണി ഗ്രൂപ്പ് നേതൃത്വം ബിജു മാത്യൂസ് എന്ന കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തായെങ്കിലും ഇത്തരത്തിൽ ഒരു നെറുകെട്ട രാഷ്ട്രീയ നീക്കത്തിന് തങ്ങൾ കൂട്ടുനിൽക്കുകയില്ല എന്ന ഒത്തൊരുമയോടുകൂടിയുള്ള അഭിപ്രായ പ്രകടനം UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പുറത്തുനിന്ന് എത്തിയ നേതാക്കൾ കൈക്കണ്ടതോടെ ഞങ്ങൾക്ക് ആലോചിക്കാൻ കൂടുതൽ സമയം വേണം എന്ന നിലപാടിലേക്ക് ബിജു മാത്യൂസും മറ്റ് കോൺഗ്രസ് കൗൺസിലർമാരും എത്തിച്ചേർന്നു. ഇവിടെയും കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ വലിയ പരിചയമില്ലാത്ത രാഷ്ട്രീയ പരിചയമില്ലാത്ത കോൺഗ്രസ് കൗൺസിലർമാരെ മാണി ഗ്രൂപ്പ് ചതിക്കുകയാണോ, ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണോ എന്ന സംശയം പോലും പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ദിയ ബിനു പുളിക്കക്കണ്ടം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ പിന്നീട് കൗൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന മത്സരാർത്ഥിക്ക് ചെയർമാൻ പദവിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ഇവിടെ 26-ൻ്റെ പകുതി +1 എന്ന കണക്കിൽ 14 വോട്ടുകൾ ഉറപ്പാക്കണം എന്നില്ല ഒരാൾക്ക് ചെയർമാൻ പദവിയിൽ എത്തുവാൻ. എന്നാൽ ദിയ രാജിവെക്കാത്ത പശ്ചാത്തലത്തിൽ 14 അംഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടി, അതായത് ആകെയുള്ള അംഗങ്ങളുടെ പകുതി +1 എന്ന കണക്കിലുള്ളവർ പിന്തുണച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയം പാസ്സാകുകയുള്ളൂ. പക്ഷേ ദിയ രാജിവെക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥിക്ക് ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തുവാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അംഗങ്ങളുടെ പോലും പിന്തുണയില്ലാത്ത 12 അംഗ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ കൗൺസിലർമാർ ഒറ്റക്കെട്ടായി നിന്നാൽ അവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക്, അവർ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നഗരസഭയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. ഏതൊക്കെയാണെങ്കിലും ഈ വിഷയങ്ങൾ കൗൺസിലർമാരെ ബോധ്യപ്പെടുത്തുവാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുവെങ്കിലും അവരിൽ ചിലർ കടുത്ത മനോഭാവത്തോടുകൂടി ഇത്തരം ഒരു മുന്നണിയുമായി കൂടിച്ചേർന്ന് മുൻപോട്ട് പോകുവാൻ തയ്യാറല്ല എന്ന് പറയുമ്പോഴും അവർ അധികാരം വീതം വെക്കുന്നതിനായി അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ഉണ്ടാക്കിയോ എന്ന സംശയം കോൺഗ്രസ് നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഉടലെടുക്കുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾ ആകാം എന്നുള്ള കൃത്യമായ ഒരു തീരുമാനത്തോടു കൂടിയാണ് കോൺഗ്രസ് കൗൺസിലർമാരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. അതുപോലെ തന്നെ ബിനു പുളിക്കക്കണ്ടവുമായി ചർച്ച നടത്തിയപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വവും UDF-ൻ്റെ നേതൃത്വവും കൃത്യമായി ഏകാധിപത്യപരമായ സമീപനം തുടർന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന കൃത്യമായ സന്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും എടുത്തുചാടിയൊന്നും തീരുമാനിക്കേണ്ട, സമവായത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ രാജി എന്ന ഒരു നിലപാട് പ്രഖ്യാപനത്തിലേക്ക് ഉടനടി ദിയ പോവേണ്ടതില്ല എന്നും നിർദ്ദേശിച്ചു. കോൺഗ്രസിൻ്റെ കൂടി സജീവമായിട്ടുള്ള പങ്കാളിത്തം ഭരണത്തിൽ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഫോർമുല രൂപം കൊടുക്കുവാൻ കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ശ്രമിക്കുന്നതിനിടെ ബിജു മാത്യൂസ് എന്ന കോൺഗ്രസ് കൗൺസിലർ പ്രകോപനപരമായ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. ഇവിടെ വൈകാരികമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നത് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മോഷണക്കേസാണ്. എന്നാൽ നേതൃത്വത്തിൻ്റെ കൃത്യമായ നിർദ്ദേശത്തിനനുസരിച്ച്, UDF നേതൃത്വത്തിൻ്റെ കൃത്യമായ നിർദ്ദേശത്തിനനുസരിച്ച് ഈ വിഷയത്തിൽ സമഗ്രമായ വശങ്ങൾ പരിഗണിക്കാതെ കേസെടുക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം പാലാ പോലീസിനും ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ പരാതിയുടെ ആധികാരികതയിൽ സംശയമുണ്ട് എന്ന ഒരു കാര്യം UDF നേതൃത്വം പാലാ പോലീസിനെ അറിയിച്ചു എന്നുള്ളത് കൊണ്ടാണിത്. അങ്ങനെയൊക്കെ തുടരുമ്പോഴും വൈകാരികമായ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനൊപ്പം ചേർന്ന് അധികാരം പിടിച്ചെടുക്കാമെന്ന വ്യാമോഹത്തിൽ ബിജു മാത്യൂസ് നീങ്ങുന്നു എന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാടുകൾ വ്യക്തമാകുന്നത്. തുടർച്ചയായി MLA-ക്കും MP-ക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സ്വതന്ത്ര മുന്നണിയിലെ കൗൺസിലർമാരോട് പക്ഷപാതിത്വം കാണിക്കുകയാണ് എന്ന് ആരോപിക്കുന്ന ഇദ്ദേഹം അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെയും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി തന്നെ ഒരു ഘട്ടത്തിലും
കേട്ടിട്ടില്ല എന്ന ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്തരത്തിൽ സഹകരിച്ചു പോകുവാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ താൻ രാജിവെക്കുമെന്നുള്ള ഭീഷണിയും അദ്ദേഹം മുഴക്കുന്നുണ്ട്. ഇവിടെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ബിജു മാത്യൂസിൻ്റെ ഈ പറയുന്ന ന്യായീകരണങ്ങൾക്ക് യാതൊരു കഴമ്പും ഇല്ല എന്നുള്ളതാണ്. അധികാര വീതം വെപ്പ് നടന്ന സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി 2 വർഷക്കാലവും ബിജു മാത്യൂസിന് കോൺഗ്രസിന് അവസരം ലഭിക്കുമ്പോൾ വൈസ് ചെയർമാൻ പദവി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബിജു മാത്യൂസ് ഉയർത്തുന്ന വിഷയമെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ വിവാദമെന്ന് പറയുന്നത്, അതിന് ആധാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും ബിജു മാത്യൂസ് തന്നെയാണ്. നിയമം ലംഘിച്ചുകൊണ്ട് പാലാ കൊട്ടാരമറ്റം ടൗൺ ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡ് അനധികൃതമായി സ്ഥാപിച്ചതും ബിജു മാത്യൂസ് ആണ്. പിന്നീട് ബിജു മാത്യൂസിന് പറയാവുന്ന ഏക കാര്യം അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തു എന്നുള്ളതാണ്. അതിൽ കൃത്യമായ ഇടപെടലുകളും അതുപോലെ തന്നെ മുന്നറിയിപ്പും സ്വതന്ത്ര മുന്നണിക്ക് നൽകിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നതിനിടയിൽ ബിജു മാത്യൂസ് ചില കൗൺസിലർമാരെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ അധികാരം പിടിച്ചെടുക്കുവാനായി കേരള കോൺഗ്രസുമായി കൂടിച്ചേരുവാൻ തയ്യാറെടുക്കുകയാണ്. ടോണി തൈപ്പറമ്പിൽ എന്ന പുതിയ പാർലമെന്ററി പാർട്ടി ലീഡറും ഈ വിഷയത്തിൽ ബിജു മാത്യൂസിനൊപ്പം നിൽക്കുന്നു എന്ന കാര്യവും വ്യക്തമാണ്. എന്നാൽ മറ്റ് പല കൗൺസിലർമാരും ഈ ഒരു വിഷയത്തിൽ കേരള കോൺഗ്രസുമായി ചേരാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നും UDFൻ്റെ ആത്മാവിനെ വഞ്ചിച്ചുകൊണ്ട് ഇത്തരമൊരു നിലപാട് കൈക്കൊള്ളുകയില്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഇതാണ് പാലായിലെ രാഷ്ട്രീയ സാഹചര്യം. ഈ അവിയൽ മുന്നണിയെ UDFന് പിടിച്ചു നിർത്തുവാൻ കഴിയുമോ? ബിനു പുളിക്കക്കണ്ടത്തിനെ അയാളുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വരുതിക്ക് നിർത്തുവാൻ കഴിയുമോ? കോൺഗ്രസ് കൗൺസിലർമാരെ പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ എന്നുള്ളതെല്ലാം കണ്ടറിയുവാനായി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടതുണ്ട്. ചർച്ചകൾ ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇവിടെ മുട്ടനാടുകളെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുവാൻ കാത്തു നിൽക്കുന്ന ചെന്നായിയുടെ വ്യഗ്രതയോടുകൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കാത്തിരിപ്പുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.